गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराद्यां शिवलिंगार्य मध्यमां श्रीबोधानंद संसरन्तीम् अस्मदाचार्य पर्यन्तां शिष्यसङ्घान्वितां शुभां गुरुचैतन्य समन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। ॐ हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणं विश्वोत्कीर्णमनेकदेहनिलयं स्वच्छन्दमानन्दगम् आद्यन्तैकमखण्डचिद्गणरसं पूर्णं ह्यनन्तं शुभं प्रत्यक्षाक्षरविग्रहं गुरुपदं ध्यायेत् विभुं शाश्वतम्। ओम श्रीनारायण परमगुरवे नमः। ओम श्री शारदाम्बायै नमः। ओम श्रीनारायण परमगुरवे नमः। ओम संसारताप शमनाय नमः। ओम मनुष्य विग्रहाय नमः। ओम सत्वगुणोत्तमाय नमः। ओम प्रहृष्टात्मने नमः। ओम वीतरागभयक्रोधशोकमोहमानसाय नमः। ओम अव्ययाय नमः। ओम निर्मलाय नमः। ഓം നിഗമാന്തജ്ഞായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുപുഷ്പാഞ്ജലി പഠന ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഗുരുവിന്റെ ശിഷ്യോത്തമനായ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ രചിച്ച മഹാമന്ത്രങ്ങളാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ. ഈ അഷ്ടോത്തര ശതനാമാവലിയിൽ ആദ്യത്തെ 4 നാമങ്ങൾക്ക് ശേഷം 5ാമത്തെ നാമത്തെ കുറിച്ചാണ് വിചാരം ആരംഭിക്കാൻ പോകുന്നത്. ഓം പ്രഹൃഷ്ടാത്മനേ നമഃ. പ്രഹൃഷ്ടാത്മാവായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം, അല്ലെങ്കിൽ പ്രഹൃഷ്ടാത്മാവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിന്റെ, ഈ നാമത്തിന്റെ താല്പര്യം. ഹൃഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. അതിന്റെ കൂടെ ഒരു പ്ര എന്ന് പറയുന്ന ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ പ്രഹൃഷ്ട എന്ന വാക്ക് കിട്ടും. പ്രകൃഷ്ടമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകർഷമായിരിക്കുന്ന സന്തോഷം. പ്രകർഷമായിരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷം, വെരി മച്ച് ഡിലൈറ്റഡ് എന്ന് പറയും. അത്യധികമായിരിക്കുന്ന ആനന്ദത്തിന്റെ അനുഭൂതി. ആനന്ദം നമ്മുടെ ഉള്ളിൽ നിന്ന്, സന്തോഷം ഉള്ളിൽ നിന്ന് തിരതള്ളി പുറത്തേക്ക് വരിക. ആ ഒരവസ്ഥയാണ് പ്രഹൃഷ്ടം എന്ന് പറയുന്നത്. പ്രഹൃഷ്ടാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രഹൃഷ്ട ആത്മാ യസ്യ സ പ്രഹൃഷ്ടാത്മ. ആരുടെ ആത്മാവാണോ, അല്ലെങ്കിൽ ആരുടെ മനസ്സാണ്, ആരുടെ അന്ധകരണമാണോ അത്യധികം ആനന്ദ അതിരേകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, അവരെന്ത് പറയാം? പ്രഹൃഷ്ടാത്മാവ് എന്ന് പറയാം. അങ്ങനെയുള്ള പ്രഹൃഷ്ടാത്മാവായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ നാമത്തിന് താല്പര്യം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ജീവിതത്തിൽ സുഖവും സമാധാനവുമാണ്. ഈ സുഖവും സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ പല രീതിയിൽ, പല ഹേതുക്കളാൽ നമ്മുടെ ഉള്ളിൽ പ്രകടമാകാറുണ്ട്. അതിന് ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നുകൊണ്ട് സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണ് ആനന്ദം അഥവാ സുഖം, സന്തോഷം നമ്മുടെ ഉള്ളിൽ അലതല്ലുന്നത് എന്ന് ചിന്തിക്കാം. അതിലേറ്റവും ഉയർന്നതാണ് ആനന്ദ സ്വരൂപം എന്ന് പറയുന്നത്.
ആനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയായ ഒരാൾ സദാ സ്വരൂപസ്ഥിതനായതിനാൽ അദ്ദേഹം പ്രഹൃഷ്ടാത്മാവാണ്. ബ്രഹ്മജ്ഞാനിയായ ഒരു മഹാത്മാവ് തന്റെ യഥാർത്ഥമായ സ്വരൂപത്തോട് ചേർന്നിട്ടാണ് എല്ലായ്പ്പോഴും വർത്തിക്കുന്നത്. സ്വരൂപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആനന്ദമാണ്. നമ്മൾ ഇതിനകം പല കൃതികളിലും അന്യത്ര പല ഗ്രന്ഥങ്ങളിലും ആനന്ദത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. മുന്നോട്ടുള്ള മന്ത്രങ്ങളിൽ സച്ചിദാനന്ദ സ്വരൂപൻ അഥവാ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപൻ എന്നൊക്കെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിൽ ഈ ആശയത്തെ വിശദീകരിക്കുന്നുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് വസ്തു നിരപേക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിൽ നിന്ന് നേടിയെടുക്കേണ്ടുന്ന ഒന്നല്ല ആനന്ദം. ഇപ്പൊ വലിയൊരു കപ്പൽ ഉണ്ടെന്ന് കരുതുക. ഒരു സമുദ്രത്തിൽ വലിയൊരു കപ്പൽ ഇങ്ങനെ പറന്നു പോകും. അപ്പൊ ആ കപ്പലില് എന്തോ കാരണവശാൽ ഒരു പക്ഷി ആ കപ്പലിൽ അകപ്പെട്ടു. ആ പക്ഷി കരയിൽ നിന്നോ മറ്റോ കപ്പലിൽ കയറിപ്പോയതാണ്, ധാന്യങ്ങളോ മറ്റോ തിന്നാൻ വേണ്ടിയിട്ട്. കപ്പൽ കുറെ മുന്നോട്ട് പോയി. ആ പക്ഷി ഏതോ ഒരു സമയത്ത് ബോധമായി എഴുന്നേറ്റ് കപ്പലിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടിമരത്തിൽ പോയി നോക്കി. നാലു ഭാഗത്തും നോക്കി. നാലു ഭാഗത്ത് കടല് മാത്രമാണ്. അങ്ങനെ ആകെ വെപ്രാളപ്പെട്ടു. അയ്യോ, ഞാനിനി എങ്ങനെ തിരിച്ചെത്തും? അങ്ങനെ കുറെ പറന്നു നോക്കി. ഓരോ ഭാഗത്തും ഓരോ ദിക്കിലേക്കും ഒരുപാട് പറന്നു. എവിടെയും കരയെ കാണുന്നില്ല. അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചു അത്യധികം ക്ഷീണവാനായി അവസാനം കപ്പലിലേക്ക് തിരിച്ചു വന്ന് അവിടെ തന്നെ ഇരുന്നു. ആ കപ്പലിലേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോൾ അതിന് ഒരുപാട് ആനന്ദം, ഒരുപാട് സന്തോഷം. എന്തുകൊണ്ട്? കാരണം കര എന്ന് പറയുന്നത് താൻ നേരത്തെ ഇരിക്കുന്നത് തന്നെയാണ് കര. ഇപ്പോൾ നിലവിൽ ആ മഹാസമുദ്രത്തില് മറ്റൊരു കരയെ കാണാനില്ല. താൻ ഇരിക്കുന്ന കരയിൽ നിന്നുകൊണ്ടാണ് വേറെ ഏതെങ്കിലും ഒരു കര കിട്ടും എന്ന പ്രതീക്ഷയില് നാലു ഭാഗത്തും പറന്നത്. ആ പറന്നതിന്റെ ക്ഷീണം മാത്രം മിച്ചം. എവിടെയും കര കിട്ടില്ല. പിന്നീടാണ് തിരിച്ചറിവ് വന്നത്, ഞാൻ ഇരിക്കുന്ന സ്ഥലം തന്നെയാണല്ലോ ഒരു വിശ്രമസ്ഥാനം, കര. ഇനി എന്തിനു ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പറന്ന് വെറുതെ ക്ഷീണിക്കണം? അതേപോലെ ആത്യന്തികമായ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നമ്മൾ വസ്തു വ്യക്തി വൈഭവങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു. ഇപ്പൊ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ സ്വരൂപത്തിൽ അമരുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ വിശ്രാന്തി, ആത്യന്തികമായ സമാധാനം. ബാക്കി ഏത് വസ്തു വ്യക്തി വൈഭവങ്ങളിലേക്ക് സന്തോഷത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞാലും ആ സന്തോഷം താത്കാലികമായിരിക്കും. ആ വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ആ വൈഭവത്തിന്റെയോ സാന്നിധ്യം എത്രത്തോളം കാലം, അല്ലെങ്കിൽ അനുകൂല ഭാവം എത്രത്തോളം കാലം നമ്മളിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം കാലം നമുക്ക് സന്തോഷം ലഭിക്കും. അത് മാറിക്കഴിഞ്ഞാലോ, ആ വസ്തു ആ വ്യക്തി നമ്മളോട് പ്രതികൂലമായാലോ നമുക്ക് ദുഃഖമായിരിക്കും. ആ വസ്തു ആ വ്യക്തി അതിന്റെ അസാന്നിധ്യം സംഭവിച്ചാൽ നമുക്ക് ദുഃഖമായിരിക്കും. ആത്യന്തികമായിട്ട് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഒരിക്കലും പിരിയാതെ ഇരിക്കുന്ന കൂട്ടുകാരൻ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ അമരും. നമ്മളിലേക്ക് തന്നെ അമരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അന്വേഷിച്ച് ഉള്ളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങും. മനസ്സാണോ, ബുദ്ധിയാണോ, അന്ധകരണമാണോ, അതിനപ്പുറത്ത് എന്തെങ്കിലുമാണോ, ഇങ്ങനെ ആഴ്ന്നിറങ്ങി യഥാർത്ഥ സ്വരൂപത്തിൽ അമർന്നു കഴിഞ്ഞാൽ പരമമായ വിശ്രാന്തി അനുഭവിക്കാം. ഈ അവസ്ഥയാണ് എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയായ ഒരു മഹാത്മാവ് അനുഭവിക്കുന്ന അവസ്ഥ. ബ്രഹ്മജ്ഞാനിയായ ഒരു മഹാത്മാവ് തന്റെ സ്വരൂപത്തിൽ അമരുന്നത് കാരണം അദ്ദേഹം സദാ പ്രഹൃഷ്ടാത്മാവാണ് എന്ന് പറയാൻ സാധിക്കും. അടുത്തത് ആനന്ദം നമ്മളിൽ അലതല്ലാൻ മറ്റൊരു ഹേതുവാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. സ്ഥിതപ്രജ്ഞത്വം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിൽ സദാ ആനന്ദമുണ്ടായിരിക്കും. എന്താണ് സ്ഥിതപ്രജ്ഞത്വം? സ്ഥിതപ്രജ്ഞത്വത്തിന്റെ വ്യാഖ്യാനമാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലെ അടുത്ത ശ്ലോകം, വീതരാഗ ഭയക്രോധ ശോകമോഹ മാനസായ നമഃ എന്നുള്ളത്. അതായത് രാഗദ്വേഷങ്ങൾക്കിടയിൽ, ദ്വന്ദ്ങ്ങൾക്കിടയിൽ മനസ്സിനെ ഏകരസമാക്കുന്ന പ്രവൃത്തിയാണ്. ആ ഏകരസമാക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ അത്യധികമായ ആനന്ദം അനുഭവപ്പെടും. ഈ രാഗദ്വേഷാദികൾക്കിടയിൽ, ദ്വന്ദ്ഭാവങ്ങൾക്കിടയിൽ മനസ്സിനെ ഏകരസഭാവത്തിൽ നിലനിർത്താനുള്ള അഭ്യാസത്തെയാണ് എന്തു പറയുന്നത്? സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. പ്രജ്ഞ, ബുദ്ധി ഒരേ ഭാവത്തിൽ നിൽക്കും.
കാരണം സമൂഹത്തിലെ രാഗദ്വേഷങ്ങളുമായി ദ്വന്ദ്ങ്ങളുമായി നമ്മുടെ ബുദ്ധി നിരന്തരം വ്യവഹാരത്തിൽ ഏർപ്പെട്ട് കലഹത്തില് അതാത് അവസ്ഥയിൽ പെട്ട് കലഹത്തിൽപ്പെടുന്നു. ഒരു വ്യക്തി നമ്മളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു, ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ബുദ്ധി ഇടപെട്ട് ആ സാഹചര്യങ്ങളോട് താതാത്മ്യപ്പെട്ട് അന്ധകരണം കലുഷിതമാകും. അതിലൂടെ നമുക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ വ്യത്യസ്തമായ വൈരുദ്ധ്യമായ എല്ലാ ഭാവങ്ങളിലും ഒരേ ഭാവത്തെ ബുദ്ധി ഒരേ ഭാവത്തിൽ ബുദ്ധിയെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതിനെ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നു. ഈ സ്ഥിതപ്രജ്ഞത്വം നമ്മളിൽ എന്തുണ്ടാക്കുന്നു? ആനന്ദത്തെ ഉണ്ടാക്കുന്നു. തത്ഫലമായി നമ്മൾ പ്രഹൃഷ്ടാത്മാവായിട്ട് തീരും. അപ്പൊ സ്ഥിതപ്രജ്ഞത്തെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വ്യാവഹാരികമായ രീതികളോട് വളരെ താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. വ്യാവഹാരികമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ, ജയപരാജയങ്ങൾ, അതേപോലെ എന്തൊക്കെ ദ്വന്ദ്ഭാവങ്ങളുണ്ടോ അതിനനുസരിച്ച് ബുദ്ധിയും മനസ്സും അതേ രൂപത്തെ പ്രാപിക്കുന്നു. വിജയം വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം, ഹർഷമുണ്ടാകും. പരാജയം വന്നാൽ ശോകമുണ്ടാകും. ഉയർച്ച ഉണ്ടായാൽ സന്തോഷമുണ്ടാകുന്നു, താഴ്ച ഉണ്ടായാൽ ദുഃഖമുണ്ടാകും. അങ്ങനെ ഏത് സാഹചര്യവും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ഒരേ ഭാവത്തിൽ അതിനെ നോക്കിക്കാണുവാനും അതിലെ ബുദ്ധി വിചലിതമാകാതിരിക്കാനും കഴിഞ്ഞാൽ ആ അവസ്ഥയെ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നു. ആ അവസ്ഥ നമ്മളിൽ സന്തോഷത്തെ, ആനന്ദത്തെ ഉണ്ടാക്കുന്നു. തദ്ഫലമായി ആ മഹാത്മാവിനെ പ്രതിഷ്ഠാത്മാവ് എന്നറിയപ്പെടും. അതേപോലെ ആനന്ദം നമ്മളിൽ ഉണ്ടാകാനുള്ള മറ്റൊരു ഹേതുവാണ് മോക്ഷാനുഭൂതി എന്ന് പറയുന്നത്. എന്താണ് മോക്ഷാനുഭൂതി? മോക്ഷാനുഭൂതി എന്ന് പറഞ്ഞാൽ മോക്ഷം നേടിയ അവസ്ഥയല്ല, മോക്ഷസ്ഥിതനായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആനന്ദ സ്വരൂപം, സ്വരൂപത്തിൽ അമർന്നിരിക്കുക. മോക്ഷാനുഭൂതി എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന ബൃഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി ബന്ധനങ്ങളിൽ നിന്ന് ക്രമേണ മുക്തമായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭൂതി ഉണ്ടാകുന്നു. ഈ അനുഭൂതി എന്താണ്? ഈ അനുഭൂതിയും നമ്മളെ പ്രഹൃഷ്ടമാക്കി തീർക്കും. അപ്പോ മോക്ഷം ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ മരണാനന്തരം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന അവസ്ഥയല്ല മോക്ഷം. എല്ലാ ദുഃഖങ്ങളും പരിപൂർണമായി ഇല്ലാതായി തീരുന്ന അൾട്ടിമേറ്റ് അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ക്രമേണ ഒരു വ്യക്തി വ്യാവഹാരികമായ ബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഒരുപാട് ബന്ധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ആരായാലും എല്ലാവരും ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്ന ആളാണ്. ഒരു ഗൃഹസ്ഥന് കുടുംബത്തിന്റെ കാര്യം പരിപാലിക്കണം, സന്യാസിക്ക് ആശ്രമങ്ങളുടെ കാര്യം പരിപാലിക്കണം. രണ്ടും എന്താണ്? അധ്വാനം തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ്. തദ്ഫലമായി ഒരുപാട് ബന്ധനങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഉയർന്ന ഒരു മോക്ഷം എന്ന് പറയുന്ന ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് ഒരു ജിജ്ഞാസുവിന്റെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലക്ഷണത്തെ കുറിച്ച് പറയുന്ന വേളയിൽ ആദ്യത്തെ വരി തന്നെ സാധനാ ചതുഷ്ടയത്തെ കുറിച്ചാണ്. സാധനാ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4 പ്രകാരത്തിലുള്ള സമ്പത്തുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ നമുക്ക് മോക്ഷം എന്ന് പറയുന്ന ആ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ആ 4 പ്രകാരത്തിലുള്ള സമ്പത്തിൽ ഒന്നാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. മുമുക്ഷുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകണമെന്ന തീവ്രമായ ഇച്ഛ. മോക്ഷോ മേ ഭൂയാത് ഇത് ഇച്ഛ എന്ന് പറയും. എനിക്ക് ആത്യന്തികമായ ദുഃഖനിവൃത്തി നേടിയെടുക്കണമെങ്കിൽ ഇന്ന് ലോകത്ത് എന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാനസികമായി വേണമെങ്കിൽ ശാരീരികമായ മുക്തി നേടണമെന്നുള്ള ഉത്കടമായ ഇച്ഛ. ആ ഉത്കടമായ ഇച്ഛയുള്ള ഒരു വ്യക്തിക്ക് മോക്ഷാനുഭൂതിയിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പൊ മോക്ഷത്തെ ലക്ഷ്യമാക്കി ബന്ധനങ്ങളെ ക്രമേണ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം മോക്ഷ അനുഭൂതി. മോക്ഷം നേടിയിട്ടില്ലെങ്കിലും നമ്മൾ വലിയൊരു സമുദ്രത്തിന് അടുത്തേക്ക് പോകുമ്പോൾ സമുദ്രം നമ്മൾ കാണുന്നില്ല, പക്ഷെ സമുദ്രത്തെ ദൂരെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഞാനിത് ആ സമുദ്രത്തിന് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത്. കാരണം സമുദ്രത്തിന്റെ ഇരമ്പൽ, അതേപോലെ അന്തരീക്ഷത്തിന്റെ ഒരു മാറ്റം, ഇതൊക്കെ നമുക്ക് അനുഭൂതമാകാൻ തുടങ്ങും. അതേപോലെ മോക്ഷം എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ മോക്ഷത്തിന്റെ അനുഭൂതി നമ്മുടെ ഉള്ളിൽ ക്രമേണ അനുഭൂതമാകാൻ തുടങ്ങും. ഈ അനുഭൂതി എന്താണ്? ഈ അനുഭൂതിയും നമ്മെ പ്രഹൃഷ്ടാത്മാവായിട്ട് തരും. അപ്പൊ ബന്ധനങ്ങളെ വ്യാവഹാരിക തലത്തിൽ അനാവശ്യമായ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത നൽകുന്ന ടോക്സിക് റിലേഷൻസ്, ഈ അനാവശ്യമായ ബന്ധനങ്ങളെ ക്രമേണ നമ്മൾ അകറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം സമാധാനം, സന്തോഷം കിട്ടുമെന്ന് ആലോചിച്ചു. ഏതൊരു വ്യക്തിയും ഇപ്പോ ഒരു ദൃഷ്ടാന്തമായിട്ട് ഒരു സന്യാസി എന്ന് പറയുന്ന സന്യാസ ദീക്ഷയെ സ്വീകരിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ സ്വഭാവ സംസ്കാരങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ,
ആ വ്യക്തിക്ക് ഒരു ആഗ്രഹം വന്നു സന്യാസിയായിട്ട് ജീവിക്കണം. തദ്ഫലമായിട്ട് ഇന്ന് നമ്മൾ ലോകത്ത് കൽപ്പിച്ചിരിക്കുന്ന വ്യാവഹാരികമായിട്ടുള്ള മറ്റെല്ലാ ബന്ധനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വേറൊരു ബന്ധനത്തിൽപ്പെട്ടെങ്കിലും ആ ബന്ധനം ആത്യന്തികമായി ഈ വ്യക്തിയെ ബാധിക്കുന്നില്ല. കാരണം സന്യാസിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് ആശ്രമത്തിൽ നിന്നും അല്ലെങ്കിൽ ഏത് കൂട്ടായ്മയിൽ നിന്നും എവിടേക്കും പോകാൻ ആരോടും ഒന്നും പറയാതെ തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെച്ച് എങ്ങനെയും എങ്ങോട്ടും പോകാൻ സന്യാസിക്ക് സാധിക്കും. നേരെ മറിച്ച് ഗൃഹസ്ഥനാണെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് എല്ലാം മുറിച്ചു മാറ്റാൻ സാധിക്കില്ല. വലിയ ഉത്തരവാദിത്തങ്ങളാൽ ബന്ധിതനാണ്. അപ്പൊ ഒരു സന്യാസി തന്റെ ലക്ഷ്യത്തിന് വേണ്ടി വ്യാവഹാരികമായി ഇന്ന് ലോകത്ത് മറ്റുള്ളവരൊക്കെ പോയി പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കൽപ്പിക്കപ്പെട്ട ബന്ധനങ്ങൾ സന്യാസിക്ക് അങ്ങനെ ലഘുവായ ചില ബന്ധനങ്ങൾ ഇല്ല എന്നത് കൊണ്ട് തന്നെ ആ സന്യാസിയുടെ അന്ധകരണം പലപ്പോഴും വലിയ സമാധാനമായിരിക്കും, വലിയ ശാന്തതയായിരിക്കും. കാരണം കഠിനമായ ഉത്തരവാദിത്തങ്ങളില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഉത്തരവാദിത്തം തന്റെ ഇഷ്ടത്തിന് അധീനമാണ്. തനിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തനിക്കത് മാറ്റിവെക്കാം, മറ്റൊരാളെ ഏൽപ്പിക്കാം, തനിക്ക് മാറിപ്പോകാം, ഏതെങ്കിലും ഗിരിഗുഹകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥ കേന്ദ്രങ്ങളോ പോയി ഏകാന്ത സുന്ദരമായിട്ട് താമസിക്കാം. സന്യാസിയെ ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അപ്പൊ വ്യാവഹാരികമായ ചില ബന്ധനങ്ങളെ മാറ്റിവെച്ചത് കൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ഉള്ളിൽ എത്രത്തോളം ശാന്തത, സ്വച്ഛത അനുഭവപ്പെടുന്നു നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ബന്ധനം എപ്പോഴും ദുഃഖത്തിന്റെ ഹേതുവാണ്, നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി ക്രമേണ മോക്ഷത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലും ഈ ആനന്ദം അലതരും. ആ വ്യക്തിയും എന്തായിരിക്കും? പ്രഹൃഷ്ടാത്മാവായിരിക്കും. ഇനി നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ ഉണ്ടാക്കുന്ന അടുത്തൊരു ഹേതുവാണ് സമചിത്തത എന്ന് പറയുന്നത്. ഈ സമചിത്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ എന്നുള്ളതിന്റെ കുറച്ചുകൂടി പ്രായോഗികമായ രൂപമാണ്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല. അതിനൊരു ആധ്യാത്മികമായ ഒരു വശം കൂടി വേണം, ഒരു ആധ്യാത്മികമായ അറിവും കൂടി വേണം. പക്ഷെ സമചിത്തത എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് എല്ലാവർക്കും പരിശീലിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന ഒന്നാണ്. അതിന് ആധ്യാത്മികമായ വലിയ ഗ്രന്ഥങ്ങൾ പഠിക്കണം, വലിയ ഒരു ജ്ഞാനത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എത്തണം എന്നൊന്നും നിർബന്ധമില്ല. അതായത് വിജയത്തിലും പരാജയത്തിലും നമ്മുടെ മാനസികമായ സന്തുലിത അവസ്ഥ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ ദ്വന്ദ്ഭാവങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ഈ ലോകത്തിന്റെ ഒരു നിയമമാണ്. നമ്മൾ ഒരിക്കലും ഇതാണ് ആത്യന്തികമെന്ന് കരുതരുത്. അയ്യോ, ഞാൻ ആകെ ജീവിതത്തിൽ പരാജയപ്പെട്ടല്ലോ, ഇനി എനിക്ക് വേറൊരു വഴിയില്ലല്ലോ, അങ്ങനെ ആത്യന്തികമായിട്ട് ഒന്നിനെയും കരുതരുത്. പരാജയപ്പെട്ടു ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടച്ചു എന്ന് തോന്നുമ്പോഴായിരിക്കും ആരോ അപ്പുറത്ത് വേറൊരു വാതിൽ തുറക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു വാതിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നു. ആ സമയത്ത് ആ വാതിലേക്ക് പ്രവേശിക്കാനും പോകുമ്പോൾ ആ വാതിൽ അടയ്ക്കുന്നു, മറ്റൊന്നും തുറക്കുന്നു, വേറൊന്നും അടയ്ക്കുന്നു. അങ്ങനെ ഈ അവസ്ഥകൾ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു അവസ്ഥയെയും ആത്യന്തികമായി എന്ന് കരുതി അതിൽ ദുഃഖിച്ചിരിക്കരുത്. കുറച്ചു കാലം മുന്നോട്ട് പോയാൽ വേറെ അനുകൂലമായ അവസ്ഥ. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും തളരാതെ ഒരു സമചിത്തമായ അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ വലിയ ആനന്ദത്തെ, സന്തോഷത്തെ ഉത്പന്നമാകും. ഇതിനെന്ത് പറയാം? ഈ അനുഭൂതി ക്രമേണ പ്രഹൃഷ്ടാത്മാവായിട്ട് നമ്മളെ പരിവർത്തനപ്പെടുത്തും. അപ്പൊ ആനന്ദത്തെ നേടിയെടുക്കാനുള്ള ഒരു ഹേതുവാണ് സമചിത്തത എന്ന് പറയും. അടുത്തതാണ് ആനന്ദം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു ഹേതു തൃപ്തി എന്ന് പറയും. എന്താണ് തൃപ്തി? തൃപ്തി എന്ന് പറഞ്ഞാൽ വസ്തുനിരപേക്ഷാനുഭൂതിയാണ്. അപ്പൊ വസ്തുനിരപേക്ഷ തൃപ്തിയിൽ നിന്ന് ഉയരുന്ന സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രഹൃഷ്ടാത്മാവ് എന്ന് പറയും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും തൃപ്തി വസ്തു സാപേക്ഷമാണ്. നമുക്ക് തൃപ്തി ലഭിക്കണമെങ്കിൽ ഒരു വസ്തു നമ്മുടെ കൂടെ വേണം. നല്ലൊരു ലഡു കഴിച്ചു, ഒരു തൃപ്തി, ഒരു സന്തോഷം. നല്ലൊരു സദ്യ കഴിച്ചു, ഒരു സന്തോഷം. നല്ലൊരു പാൽപ്പായസം കഴിച്ചു, ഒരു സന്തോഷം. നല്ലൊരു സിനിമ കണ്ടു, ഒരു സന്തോഷം, തൃപ്തി. നല്ലൊരു ക്ലാസ് കിട്ടും, ആഹാ, തൃപ്തിയായി. അപ്പൊ തൃപ്തി നമുക്ക് അനുഭൂതമാകണമെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അപ്പുറത്ത് വേണം. ആ വസ്തുവിനെ ചേർത്ത് വെച്ചിട്ടേ നമ്മുടെ ഉള്ളിൽ തൃപ്തി നമുക്കുണ്ടാകുക. പക്ഷെ വസ്തു നിരപേക്ഷ തൃപ്തി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. എല്ലാ വസ്തുവിനെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് തൃപ്തനായിരിക്കാൻ സാധിക്കും? തീർച്ചയായും സാധിക്കും. ആക്ച്വലി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇവരുടെ കൂടെയൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തെ മാറ്റിവെക്കുന്നുണ്ട്. അവരുടെ ആ സഹവാസത്തിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്.
ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കും, നമ്മൾ അദ്ദേഹത്തോട് കൂടെ ഒരല്പം സമയം ചെലവഴിക്കും എന്ന് കരുതി ആ കൂട്ടുകാരൻ സദാ ഇരിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ആ കൂട്ടുകാരനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ആ കൂട്ടുകാരന് വേണ്ടി സമയം മാറ്റി വെക്കുന്നു. ആരാണ് ആ കൂട്ടുകാരൻ? ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു മുറിയിലേക്ക് പോയി വാതിലൊക്കെ നടച്ച് സ്വസ്ഥമായി ഒന്ന് 10 മിനിറ്റ് ഇരുന്ന് നോക്കൂ. തൽക്കാലത്തേക്ക് എല്ലാ ബന്ധനങ്ങളും മാറ്റിവെച്ചൊരു 10 മിനിറ്റ് സ്വസ്ഥമായി ഇരുന്ന് നോക്കൂ. അപ്പൊ നമ്മൾ നമ്മെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളെ കൂടുതൽ നിരീക്ഷിക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ ഒരു കൂട്ടുകാരനായി സങ്കല്പിച്ച് ആ കൂട്ടുകാരനുമായി ഒരു മിത്രതയിൽ ഏർപ്പെടുമ്പോൾ വലിയൊരു സന്തോഷം നമുക്ക് ലഭിക്കും. മറ്റൊരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വസ്തുവിൽ നിന്നും ലഭിക്കാത്ത സന്തോഷമാണ് സ്വയം നമ്മോട് തന്നെ കൂട്ടുചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം. എന്തുകൊണ്ടാണത്? കാരണം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് ആനന്ദ സ്വരൂപമാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ്. അതുകൊണ്ട് ആ ആനന്ദ സ്വരൂപത്തെ ശ്രദ്ധയോടുകൂടി ഒന്ന് വീക്ഷിച്ചാൽ, ശ്രദ്ധയോടുകൂടി നമുക്ക് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മോട് തന്നെ ഒന്ന് സല്ലപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വലിയൊരു സമാധാനം, വലിയൊരു സന്തോഷം വരും. അപ്പൊ ഇത് ക്രമേണ 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 ഉയർത്തിക്കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്വരൂപസ്ഥനായിരിക്കുന്നത് വരെ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ വലിയ തൃപ്തി അനുഭവിക്കാൻ സാധിക്കും. ഇപ്പൊ ഗീതയിൽ പറയുന്നു, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠത. ഈ ലോകത്തെ എല്ലാ ദുഃഖങ്ങളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? മനഃപ്രസാദമാണ്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത. എല്ലാ ദുഃഖങ്ങളും, ഈ ലോകത്തെ നമുക്ക് എന്തൊക്കെ മനസ്സമാധാനക്കേടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ഇവയൊക്കെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് മനഃപ്രസാദം. മനഃപ്രസാദമുള്ളൊരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഈ മനഃപ്രസാദം എന്താണ്? ഈ മനഃപ്രസാദത്തെയാണ് തൃപ്തി എന്ന് പറയുന്നത്. ഈ മനഃപ്രസാദം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു പരിശീലനമാണ്, അഭ്യാസമാണ് നാം നമ്മെ തന്നെ കൂട്ടുകാരനാക്കി ആ കൂട്ടുകാരന് വേണ്ടി കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് എങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വയം ഇപ്പോഴുള്ള നമ്മെ നമുക്കറിയാം, നമ്മുടെ മാനസികാവസ്ഥ അറിയാം, നമ്മുടെ ചിന്തകളെ അറിയാം, എല്ലാം നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആ വ്യക്തി ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു ആത്മീയ സ്വരൂപമാണ് എന്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കാതെ, ഇപ്പോൾ ഞാൻ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് ആ ലെവലിൽ തന്നെ എന്നെ മനസ്സിലാക്കി ആ എന്നോട് കൂടി കൂട്ടുചേരുക ക്രമേണ ക്രമേണ. ഞാൻ ഇങ്ങനെയാണ്, എന്റെ ചിന്തകൾ എങ്ങനെയാണ്, എന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് നമ്മോട് തന്നെ സല്ലപിക്കാനുള്ള അവസ്ഥ നമ്മൾ മെല്ലെ മെല്ലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനഃപ്രസാദം കിട്ടും. ഈ മനഃപ്രസാദം ഒരു അന്ധകരണ വൃത്തിയാണ്, ഒരു മാനസികമായ ഫീലിങ്സ് ആണ്. ആ മനഃപ്രസാദം എന്ന് പറയുന്നത് തന്നെയാണ് നേരത്തെ പറഞ്ഞ തൃപ്തി എന്നുള്ളത്. ആ തൃപ്തി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ വലിയ ഹൃഷ്ടത്തെ സൃഷ്ടിക്കും. അതിലൂടെ പ്രതിഷ്ഠാത്മാവായിട്ട് ഉയരാൻ സാധിക്കും. ഇനി മറ്റൊരു ഹേതുവാണ് ഈ പ്രതിഷ്ഠാത്മാവ് എന്നുള്ള അർത്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് പ്രതിഷ്ഠാത്മാവായി തീരുന്നത് എന്നതിന്റെ വിവിധ പടവുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ മറ്റൊരു ഹേതുവാണ് സംവേദനക്ഷമത എന്ന് പറയുന്നത്. എന്താണ് സംവേദനക്ഷമത? സംവേദനക്ഷമത എന്ന് പറയുന്നത് സംവേദനകളിൽ അടിമപ്പെടാതിരിക്കുക. ഇപ്പൊ കാമം, ക്രോധം, മോഹം, ശോകം, ഭയം തുടങ്ങിയ വികാരങ്ങളെ സംയമനം ചെയ്ത് അവയ്ക്ക് അടിമപ്പെടാതിരിക്കുന്ന വ്യക്തി പ്രതിഷ്ഠാത്മാവായിട്ടിരിക്കും. മുന്നോട്ടുള്ള മന്ത്രത്തില് ഈ ചർച്ച വരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, വീതരാഗ ഭയശോക എന്ന് പറയുന്ന ആ മന്ത്രത്തിൽ ചർച്ച വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ മാനസികമായിട്ട് ഈ ലോകത്തോട് നമ്മൾ വൈകാരികമായിട്ടാണ് കണക്ഷൻ വെക്കുന്നത്. നമ്മുടെ ബന്ധുത്വം എന്ന് പറയുന്നത് ഈ ലോകത്തോട് വൈകാരികമാണ്. നമ്മൾ ചില വ്യക്തികളോട് ക്രോധം കാണിക്കുന്നു, ചില വ്യക്തികളോട് സാഹചര്യങ്ങളോട് മോഹം കാണിക്കുന്നു, അതേപോലെ ശോകമുണ്ടാകുന്നു, കാമമുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള വൈഭവങ്ങളോട്, വസ്തുക്കളോട് മാനസികമായി ഇങ്ങനെയുള്ള ഈ ഇമോഷൻസിലാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഇമോഷൻസ് ഒരിക്കലും മോശമല്ല, ഇതിനെ പരിപൂർണമായി ഇല്ലാതാക്കി ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ ഇമോഷൻസ് നമ്മളെ മറികടന്ന് ഇമോഷൻസ് നമ്മളെ ഭരിക്കരുത്. മറിച്ച് ഇമോഷൻസിനെ നമ്മൾ നിയന്ത്രിക്കണം. കാമത്തെ നമ്മൾ നിയന്ത്രിക്കണം, ക്രോധത്തെ നമ്മൾ നിയന്ത്രിക്കണം, മോഹം, ശോകം, ഭയം ഇവയെല്ലാം നമ്മൾ നിയന്ത്രിക്കണം. അല്ലാതെ ഇവ നമ്മെ നിയന്ത്രിക്കാൻ വരാൻ പാടില്ല. ഇവ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കും. ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം? അതായത് ഒരു വ്യക്തി ഒരു ഷർട്ട് ധരിക്കുന്നു, അലമാരയിൽ കുറെ ഷർട്ടുണ്ട്, പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, ഒരുപാട് വർണ്ണങ്ങളിലുള്ള.
വ്യത്യസ്തമായ ഷർട്ട്, വ്യത്യസ്തമായ വസ്ത്രമുണ്ട്. ഈ വ്യക്തിയുടെ ചോയ്സാണ് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നു, ഈ വസ്ത്രം ധരിക്കുന്നില്ല. അല്ലാതെ സ്വമേധയാ വസ്ത്രം ഒന്ന് നമ്മെ ധരിക്കാൻ തുടങ്ങി കഴിഞ്ഞാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രവും ഒന്ന് നമ്മെ ധരിക്കാൻ തുടങ്ങും. അപ്പൊ വസ്ത്രം നമ്മെ ധരിക്കാൻ അനുവദിക്കരുത്, വസ്ത്രത്തെ നാമാണ് ധരിക്കേണ്ടത്. അപ്പൊ ഈ സംവേദനക്ഷമത എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന്, മാനസികമായി ഉത്പന്നമാകുന്ന വൈകാരിക ഭാവങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാതിരിക്കുക. ആ ഭാവങ്ങളെ യഥാസമയം യഥാകാലം ഉചിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അത് മാറ്റിവെക്കുക, ഉപയോഗപ്പെടുത്തുക, മാറ്റിവെക്കുക. എവിടെയാണോ അല്പം ക്രോധം കാണിക്കേണ്ടത് അവിടെ ക്രോധം കാണിച്ചാലും തെറ്റില്ല, മറിച്ച് ക്രോധം എന്ന വികാരം നമ്മെ കീഴ്പ്പെടുത്താൻ പാടില്ല. അപ്പൊ ഈ സംവേദനക്ഷമത ഒരു വ്യക്തിയെ പ്രഹൃഷ്ടാത്മാവാക്കി ക്രമേണ ഉയർത്തുമെന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ സിദ്ധമാക്കും, ആനന്ദത്തെ അനുഭൂതമാക്കും. ഇനി ആനന്ദത്തെ അനുഭൂതമാക്കാനുള്ള അടുത്ത ഒരു ഹേതുവാണ് മിത്രഭാവം എന്ന് പറയും. എല്ലാവരോടും മിത്രത പുലർത്തുന്ന വ്യക്തി, ആ വ്യക്തി പ്രഹൃഷ്ടാത്മാവായിരിക്കും. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് എല്ലാവരോടും മിത്രത പുലർത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടിൽ ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ ചിന്താഗതികൾ വളരെയധികം രൂക്ഷമാണ്, തീവ്രമാണ്. എല്ലാവരുടെയും വ്യക്തിബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയം, മതം, ജാതി ഇവയെ ആധാരമാക്കിയായിരിക്കും അവർ വ്യക്തിബന്ധങ്ങളെ പോലും എടുക്കുന്നത്. അപ്പൊ മിത്രത എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയും നമ്മളോട് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞാലും നമ്മുടെ ആന്തരിക ഭാവത്തിൽ അവരോടൊരു മൈത്രി ഭാവത്തെ തുച്ഛപ്പെടുത്തും. ഇതിനെയാണ് മിത്രത എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ പലരുടെയും ശത്രുവായിരിക്കാം. കാരണം നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ പ്രവർത്തന മേഖല ഇഷ്ടമില്ലാത്ത ആളുകൾ, നമ്മുടെ പ്രവർത്തന മേഖലയോട് ദേഷ്യമുള്ള ആളുകൾ, അവര് അകാരണമായി നമ്മോട് ശത്രുത കാണിക്കും. ഒരു വ്യക്തിക്ക് സന്യാസം താല്പര്യമില്ല, സന്യാസത്തോട് പുച്ഛഭാവമാണെന്ന് കരുതുക. ഒരു താല്പര്യമില്ല, എന്ത് സന്യാസിമാർ ഈ ലോകത്ത് ജീവിക്കാതെ ഒളിച്ചോടി ഏതോ സ്ഥലങ്ങളിൽ ജീവിക്കുന്നു, ലോകത്തോട് യാതൊരു ഉത്തരവാദിത്വം കാണിക്കാതെ. ആ സന്യാസ സമ്പ്രദായത്തോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഏത് സന്യാസിയെ കണ്ടാലും ദേഷ്യം. ആ ദേഷ്യം അവർ വാക്കുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഭാവങ്ങൾ കൊണ്ടോ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. നമുക്ക് അതിന് തടയാൻ സാധിക്കില്ല. ഇവരെന്തിനാണ് എന്നോട്, ഞാൻ ഇവനോട് ഒന്നും പറഞ്ഞില്ലല്ലോ, അകാരണമായിട്ട് എന്നെ കുറിച്ച് അപവാദം പറയുന്നു, അകാരണമായിട്ട് എന്നോട് പരുഷമായ വാക്കുകൾ പറയുന്നു. ആ വ്യക്തിക്ക് നമ്മളോടല്ല ദേഷ്യം, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ സന്യാസം എന്ന് പറയുന്ന ആ സമ്പ്രദായത്തോടുള്ള ദേഷ്യമാണ് ഒരു സന്യാസിയെ കാണുമ്പോൾ ആ വ്യക്തി എടുക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിശ്വാസം, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എന്തെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ വ്യക്തികളും എന്താണ്, ഈ വ്യക്തിക്ക് ശത്രുവാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും നല്ല വ്യക്തിയായാലും ഏറ്റവും നല്ല സദ്ഗുണമുള്ള വ്യക്തിയായാലും നോക്കൂ, ഒരു വ്യക്തി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും സദ്ഗുണസമ്പന്നരായ വ്യക്തികളുണ്ട്. ഇപ്പൊ സദ്ഗുണസമ്പന്നത എന്ന് പറയുന്നത് ഒരുവന്റെ ഉള്ളിൽ നിഹിതമായിരിക്കുന്ന ഗുണമാണ്. ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ പെട്ടുപോയി എന്നത് കൊണ്ട് ആ വ്യക്തി ആത്യന്തികമായിട്ട് വെറുക്കപ്പെടേണ്ടവനാണ് എന്ന കാഴ്ചപ്പാട് ശരിയല്ല. അപ്പൊ ഏതെങ്കിലും ഒരു വിശ്വാസത്തോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വിശ്വാസത്തിൽ പോകുന്ന എല്ലാവരെയും ശത്രുഭാവത്തിൽ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരുപാട് പേര് നമ്മളോട് ശത്രുത കാണിക്കുന്നുണ്ട്. നമ്മൾ ഗുരുവിന്റെ മാർഗത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഗുരുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന കാരണം കൊണ്ട് പലരും നമ്മളോട് അകൽച്ച കാണിക്കുന്നു, ശത്രുത കാണിക്കും. എന്തുകൊണ്ട്? അവർക്ക് ആ മാർഗം സ്വീകാര്യമല്ല. അപ്പൊ ആ ശത്രുത വ്യക്തിപരമല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ആ ശത്രുത ആശയത്തിൽ നിന്ന് മാറി വ്യക്തിപരമായിട്ട് മാറും. ഇങ്ങനെ നമ്മളോട് പലരും ശത്രുക്കളായി നിന്നെങ്കിൽ കൂടിയും, പലരും ശത്രുത കാണിച്ചെങ്കിൽ കൂടി നമ്മെ സംബന്ധിച്ച് അവരോട് ആരോടും ഒരു പ്രകാരത്തിലുള്ള വൈരം ഉള്ളിൽ വെക്കരുത്. അവരുടെ ആശയ വ്യത്യാസങ്ങൾ നിലനിൽക്കെ, ആശയ വ്യത്യാസങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ആത്യന്തികമായിട്ട് എല്ലാവരോടും മിത്രമാക്കും. ഇതിനെയാണ് മിത്രഭാവം എന്ന് പറയുന്നത്. ഈ മിത്രഭാവം നമ്മളിൽ ആനന്ദത്തെ ഉണ്ടാക്കും. നോക്കൂ, ഇതിന്റെ എല്ലാം ഫലമാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ എല്ലാ ഹേതുക്കളുടെയും ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രായോഗികമായ ജീവിതത്തിൽ ഇതിനെ അനുവർത്തിച്ചു കഴിഞ്ഞാൽ, പരിശീലിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, എൻ്റെ ഉള്ളിൽ അകാരണമായ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സന്തോഷം ഇങ്ങനെ അലതല്ലി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരോടും മിത്രത പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ സൃഷ്ടമാക്കുന്നു. തദ്ഫലമായിട്ട് ആ വ്യക്തി പ്രഹൃഷ്ടാത്മാവായിട്ട് ഉയരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ആനന്ദത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനുള്ള അടുത്ത ഒരു വഴിയാണ് ശുഭാകാംക്ഷ എന്ന് പറയുന്നത്. ശുഭാകാംക്ഷ എന്താണ്? ശുഭാകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് കുറച്ചും കൂടി പറഞ്ഞാൽ മഹത്വാകാംക്ഷ എന്ന് പറയും. അതൊരു ഹിന്ദി സംസ്കൃതം വാക്കാണ്. മലയാളത്തില്
ശുഭാകാംക്ഷ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലും ശുഭത്തെ മാത്രം കാണുന്ന വ്യക്തി പ്രതിഷ്ഠാത്മാവായിരിക്കും. ഏറ്റവും പ്രതികൂലമായ സാഹചര്യം, ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. ആ പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാവുന്ന ഏതോ പ്രത്യാശയുടെ കിരണങ്ങൾ ആ പ്രതികൂലമായ സാഹചര്യത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കും. ഘോരമായ മേഘങ്ങളാൽ ആവൃതമായിരിക്കുന്ന ആകാശത്തിലും എവിടെയോ പ്രതീക്ഷയുടെ സൂര്യകിരണങ്ങൾ നേർത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും ശുഭത്തെ മാത്രം കാണുവാനുള്ള ഒരു മാനസിക പരിശീലനം നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആനന്ദം മനതല്ല. ആ ആനന്ദം എന്ത് അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കും? പ്രഹൃഷ്ടമായ ആത്മാവ് എന്ന ഏറ്റവും ഉന്നതമായ സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിക്കും. ഇനി അടുത്ത ഹേതുവാണ് ആനന്ദത്തിൻ്റെത് പരോപകാര തത്പരത എന്ന് പറയും. പരോപകാര തത്പരത എന്താണ്? പരോപകാര തത്പരത അതായത് നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ട് നമ്മൾ ദാനം ചെയ്യാൻ കാത്തു നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ദാനം ചെയ്യാൻ കാത്തിരിക്കരുത്. ഗുരുവിന്റെ എല്ലാ കൃതികളും ഞാൻ പഠിച്ചിട്ട് നാളെ മുതൽ ഗുരുകൃതികൾ പഠിപ്പിക്കാൻ തുടങ്ങും എന്ന് കരുതരുത്. മറിച്ച് നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അതിൽ നിന്ന് സ്വല്പം ഈ സമൂഹവുമായി പങ്കുവെക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ധനം, നമ്മുടെ അടുത്തുള്ള അറിവ്, നമ്മുടെ അടുത്തുള്ള ശക്തി, നമ്മുടെ അടുത്തുള്ള മറ്റു കഴിവുകൾ, ആ കഴിവുകളെ സമൂഹവുമായിട്ട് പങ്കുവെക്കാനുള്ള ആ മനോഭാവത്തെയാണ് എന്ത് പറയുന്നത്? പരോപകാര തത്പരത എന്ന് പറയുന്നത്. ഇതിനെ യജ്ഞം എന്ന് പറയുന്നു. സഹയജ്ഞ പ്രജാസൃഷ്ട. ഈ യജ്ഞത്തെ കുറിച്ച് ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മൾ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട്. പഞ്ചമഹായജ്ഞത്തിൽ ഗൃഹസ്ഥൻ ഒരു യജ്ഞപൂർവകമായ ജീവിതം നയിക്കണമെന്ന് ഗുരുദേവനോട് പറയുന്നുണ്ട്. അപ്പൊ യജ്ഞപൂർവമായ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്ന് ആചാര്യന്മാര് പറയുന്നു. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. നിങ്ങൾ ദേവന്മാർക്കായിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെയും ഭക്തിയെയും വിശ്വാസത്തെയും കൊടുക്കൂ. ആ ദേവന്മാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ തരുന്നു. ഇങ്ങനെയുള്ള പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ നിങ്ങളുടെ ജീവിതം പരമമായ ശ്രേയസ്സിലേക്ക് ഉയർത്തിയാൽ എന്ന് പറയും. ഈ പരസ്പരമായ കൊടുക്കൽ വാങ്ങലിനെയാണ് നമ്മൾ യജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞത്തിന്റെ ആചാരപരമായ ഒരു പ്രതീക രൂപമാണ് ഹോമം. ആ ഹോമത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഹോമത്തിൽ നമ്മൾ ദേവനായിക്കൊണ്ട് ഹവിസ്സിന് ആഹൂതിയെ സമർപ്പിക്കുന്നു. എന്തു പറയുന്നു? അഗ്നേ തവയ തേജസ് സ്വാഹ എന്ന് പറഞ്ഞ് അഹമിത്യാജ്യം ജുഹോമി, അങ്ങനെ നമ്മൾ അതിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ശ്രേയസ്സും പ്രേയസ്സും നമുക്ക് ലഭിക്കുന്നു. നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു, അവർ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ, ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ആരാണോ ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്ന ഈ ചങ്ങലിൽ നിന്ന് മാറി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ അത്യന്തം സ്വാർത്ഥ പ്രേരിതമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ശാന്തി സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അയ്യോ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ എന്ത് കൊടുക്കും? കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പലതുമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരു 10 കോടി വന്നിട്ട് ഒരു 5 ലക്ഷം ദാനം ചെയ്യാമെന്ന് കരുതരുത്. മറിച്ച് 50 രൂപയുണ്ടെങ്കിൽ 1 രൂപ ദാനം ചെയ്യാനുള്ള മനോഭാവം വേണം. ആകെ 50 രൂപയുണ്ട്, ശരി, അതിൽ നിന്ന് 1 രൂപ നമ്മൾ പരോപകാരം ദാനം ചെയ്യും. അതേപോലെ അല്പമേ അറിവുള്ളൂ, ഞാൻ അല്പം ഒരു കൃതി മാത്രമേ എനിക്കറിയൂ, ശരി, ആ കൃതിയിലെ ഒരു ശ്ലോകത്തിന്റെ ഒരു വരിയുടെ അർത്ഥമെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാവമാണ്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് വളരെ ഒരു ചെറിയൊരു പങ്കിനെ സമൂഹത്തിലേക്ക് പങ്കുവെക്കാനുള്ള ആ ഭാവത്തെയാണ് പരോപകാര തത്പരത എന്ന് പറയുന്നത്. ഈ പരോപകാര തത്പരത നമ്മളിൽ വലിയ സന്തോഷത്തെ, വലിയ ആനന്ദത്തെ ഉണ്ടാക്കും. മാത്രമല്ല, ആനന്ദത്തെ ഉണ്ടാക്കുന്നതിൽ ഇത്രയും പറഞ്ഞ ഘടകങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ഫലം തരുന്ന ഒരു ഘടകമാണ് ഈ പരോപകാര തത്പരത. നമ്മളൊരു വ്യക്തിയെ സഹായിച്ചു നോക്കൂ, ആ സഹായിച്ച ആ നിമിഷം തന്നെ വളരെ വലിയൊരു നിർവൃതി, ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ വരും. വളരെ വിഷന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ആ വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ വലിയൊരു ആനന്ദം നമ്മുടെ ഉള്ളിൽ സൃഷ്ടമാകുന്നു. ആ ആനന്ദം എങ്ങനെ ഉണ്ടായി? അത് പ്രകൃതിയുടെ അനുഗ്രഹമാണ്. കാരണം ഈ പരസ്പരം കൊടുക്കൽ വാങ്ങൽ എന്ന ചങ്ങലയിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആകുന്നുവോ അത്രത്തോളം പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഈ പരോപകാര തത്പരതയും നമ്മുടെ ഉള്ളില് ആനന്ദത്തെ ഉണ്ടാക്കും. ഇനി അടുത്തതാണ് ഭക്തി. ഭക്തിയും വലിയ രീതിയിൽ ആനന്ദത്തെ ഉണ്ടാക്കും. നിരന്തരമായ ഭക്തിയും വാസനയും നമ്മുടെ ഉള്ളിൽ ഹൃഷ്ടമായ സന്തോഷത്തെ ജനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. ഒരു പറയുന്നു, ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നോക്കൂ, വാഴണം വാഴണം സുഖം. ഭഗവാന്റെ വിശാലമായ ഹൃത്തില്, ആ മഹസ്സില് അതിന് വലിയ വിശാലതയും വലിയ ആഴമുണ്ട്. അപ്പൊ നിത്യവും ഭഗവാനെ ഉപാസിക്കുന്നുണ്ട്. എന്നെങ്കിലുമല്ല, ആഴ്ചയിൽ 2 ദിവസം, ഈ ഞായറാഴ്ച അല്ലെങ്കിൽ 2ാം ശനിയാഴ്ച മാസത്തിൽ അങ്ങനെയല്ല ഉപാസിക്കുന്നത്. ആഴണം വാഴണം നിത്യം എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്നു, ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഗുരുവിന്റെ ശിഷ്യോത്തമനായ നരസിംഹസ്വാമികളുടെ സമാധിയാണ്, സമാധി ദിനമാണ്. നമുക്ക് നരസിംഹസ്വാമികൾ വലിയ ഉപാസകനായിരുന്നു, ഉഗ്രമായ ഉപാസകനായിരുന്നു. അതേപോലെയുള്ള ഉപാസനയോടുള്ള തീവ്രമായ തത്പരത നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ഈശ്വരനെ, ഗുരുവിനെ നിത്യവും ഉപാസിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജകളിലൂടെ, മന്ത്രങ്ങളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഈശ്വര സങ്കല്പത്തെ, ഗുരുസങ്കല്പത്തെ നിത്യം ഉപാസിക്കും. അങ്ങനെ നിത്യം ഉപാസിക്കുമ്പോൾ വാഴണം വാഴണം സുഖം. നമ്മൾ ആ ഉപാസ്യമൂർത്തിയുമായിട്ട് നമുക്ക് വലിയ ഏകീഭാവം വരും, തന്മയീഭാവം വരും. തത്ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ അപാരമായ ആനന്ദം, വലിയ സന്തോഷമുണ്ടാകും. ഈ ആനന്ദം എന്ന് പറയുന്നത് ഗുരുവിന്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആശയമാണ് ആനന്ദം എന്ന് പറയുന്നത്. നമ്മൾ ഗുരുവിന്റെ കൃതികളെ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ബഹുഭൂരിഭാഗം വരുന്ന ഒരു തത്വദർശനം ആനന്ദമാണ്. ദർശനമാല നോക്കൂ. ആനന്ദ ഏവാസ്തി ഭാതി നാന്യ കശ്ചിത് അതോ അഖിലം ആനന്ദ ഘനമന്യത് ന വിന ആനന്ദേന വിന്ധ്യതേ എന്ന് പറയുന്നു. എല്ലാം ആനന്ദ ഘനം തന്നെയാണ്. ആനന്ദമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് പറയും. 2ാം അധ്യായത്തിലാണ് അപവാദ ദർശനം. അതേ അധ്യായത്തിൽ വീണ്ടും പറയുന്നു, സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന യ പശ്യതീഹ നാനേവ മൃത്യോർ മൃത്യും സ ഗച്ഛതി എന്ന് പറയും. അപ്പൊ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തെ കാണാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? മൃത്യോഹോ സ മൃത്യും ഗച്ഛതി, മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് ഗുരു പറയുന്നു. അവനെ സംബന്ധിച്ച് ജീവിതം എന്താണ്? ജീവിച്ചിരിക്കലും എന്താ പറയുക, ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ എന്ന് പറയും. ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? ചത്തതുപോലെയാണ്. കാരണം ആനന്ദഘനമായിരിക്കുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം, ആനന്ദം. ആ ആനന്ദത്തെ നമ്മുടെ ഉള്ളിൽ അനുഭൂതമാക്കാനുള്ള അനവധി ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കെ അവയൊന്നും ശ്രദ്ധിക്കാതെ യ പശ്യതീഹ നാനേവ, നാനാത്വത്തിൽ ഭ്രമിച്ചു പോകുന്ന ഒരു വ്യക്തി മൃത്യോ സ മൃത്യും ആപ്നോതി, അഥവാ മൃത്യോ സ മൃത്യും ഗച്ഛതി എന്ന് പറയും. അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ എന്നുള്ള രീതിയിൽ ജീവൻ നയിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഘനീഭൂതമായിരിക്കുന്ന ആനന്ദത്തെ അത് സ്വാനുഭവമാക്കി മാറ്റാൻ വേണ്ടി അല്പമെങ്കിലും പരിശ്രമിക്കണം. ആനന്ദത്തെ സ്വാനുഭവമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ഹേതുക്കൾ. സ്ഥിതപ്രജ്ഞത്വം, പരോപകാര തത്പരത, അതേപോലെ സമചിത്തത, സംവേദനക്ഷമത. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഗുരു പറഞ്ഞതുപോലെ ആനന്ദ ഘനമന്യത് ന വിന ആനന്ദേന വിന്ധ്യതി എന്ന് പറഞ്ഞു. ആനന്ദഘനമല്ലാതെ, ആനന്ദമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ദുഃഖത്തിലകപ്പെടുന്നു? ആ ആനന്ദഘനത്തെ നമ്മുടെ സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഹേതുക്കളെ നമുക്കറിയാം. ആ ഹേതുക്കളെ പഠിച്ച് നമ്മുടെ സ്വാനുഭവത്തിലേക്ക് ഈ ആനന്ദത്തെ കൊണ്ടുവരുന്ന സമയത്ത് ജീവിതം ധന്യമായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മൃത്യോഹോ മൃത്യും സ ഗച്ഛതി, മരണത്തിൽ നിന്നും മരണത്തിലേക്ക് അനുനിമിഷം പോയിക്കൊണ്ടിരിക്കും. ഈ ജന്മം ജനിച്ച് മരിച്ച് അടുത്ത ജന്മത്തിന്റെ കാര്യമല്ല പറയുന്നത്, മരിച്ച് ഓരോ നിമിഷവും നമ്മൾ മരണപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ചുറ്റുമുള്ള ഘനീഭൂതമായ ആനന്ദത്തെ അറിയാതെ. ഗുരു ദർശനമാലയിൽ വീണ്ടും പറയുന്നുണ്ട്, ഭക്തിരാത്മാനുസന്ധാനം ആത്മാ ആനന്ദ ഘനോ യതഃ എന്ന് പറയും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാനുസന്ധാനമാണ്. ആത്മാനുസന്ധാനം എന്ന് പറയുമ്പോൾ ആത്മാവ് എന്താണ്? ആനന്ദഘനമായ സത്ത തന്നെയാണ് ആത്മാവെന്ന് പറയും. ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറയുന്നു. ദൈവം എന്താണ്? ദൈവം ആനന്ദമാണ്. നമുക്ക് ഗുരുവിന്റെ ദർശനത്തിൽ, അല്ലെങ്കിൽ ഭാരതീയമായ ദർശനത്തിൽ ഏറ്റവും വലിയ സവിശേഷത ഈശ്വരൻ ആനന്ദ സ്വരൂപനാണെന്നുള്ള പ്രഖ്യാപനമാണ്. ലോകത്ത് നിലനിൽക്കുന്ന ഈശ്വര സങ്കല്പങ്ങളിൽ, സെമിറ്റിക് ദർശനങ്ങളിൽ ഈശ്വരനെ ഒരു നിയാമകനായിട്ടാണ് പറയുന്നത്. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങളൊക്കെ വിലയിരുത്തി അതിന് നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്താൽ നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനും, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മെ സ്വർഗത്തിലേക്ക്, ഉന്നതമായ ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിക്കാൻ പറഞ്ഞേക്കാനും ഒരു ജഡ്ജ്, ഒരു നിയാമകനായിട്ട് ഒരാളെ ഇരിക്കുന്നുണ്ട്. ആ നിയാമകനാണ് ആര്? ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ച് ഭയമാണ് പല മതങ്ങളുടെ ദർശനത്തിൽ. അയ്യോ ഭഗവാന്റെ ശാപം കിട്ടും,
അല്ലെങ്കിൽ പടച്ചവന്റെ ഒരു അനുഗ്രഹം കിട്ടില്ല എന്ന് പറഞ്ഞ് ഈശ്വര സങ്കല്പത്തോടുള്ള ഭയം നമുക്ക് അന്യത്ര കാണാൻ സാധിക്കുന്നു പല സെമിറ്റിക് കാഴ്ചപ്പാടുകളും. എന്നാൽ ഗുരുവിന്റെ ദർശനത്തിൽ എന്താണ്? നീ സത്യം, ജ്ഞാനം, ആനന്ദം. ഗുരുവിന്റെ ദർശനത്തിൽ ഭഗവാൻ ആനന്ദമാണ്. നമ്മൾ എത്രത്തോളം ഭഗവാനോട് അടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള ഭയം പേടി മാറി നമ്മൾ ആനന്ദത്തിലേക്ക് വരികയാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? ഭഗവാൻ തന്നെ സ്വയം ആനന്ദ സ്വരൂപനാണെങ്കിൽ ആ ഭഗവാനെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന നമ്മളിലും അല്പമെങ്കിലും ആനന്ദം വേണ്ടേ എന്ന് ചിന്തിക്കാം. ഇനി നോക്കൂ, ദൈവത്തോടുള്ള വലിയൊരു പ്രാർത്ഥന സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നു, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്? ഈ ലോകത്ത് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏതെങ്കിലും പ്രകാരത്തിൽ, ഏതെങ്കിലും രീതിയിൽ. ഈശ്വരനെ പ്രാർത്ഥിക്കാത്ത ആരും തന്നെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞാൽ ധനത്തിന് വേണ്ടിയോ വസ്തുവിന് വേണ്ടിയോ സ്വത്തിന് വേണ്ടിയോ ഒന്നുമല്ല, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്നുള്ളൊരു മനോഹരമായ പ്രാർത്ഥന ഗുരുദേവൻ ഗദ്യ പ്രാർത്ഥന പറയുന്നു. ഇപ്രകാരം ഇടവിടാതെ അങ്ങയെ ധ്യാനിക്കുന്നതിന്. എന്തിനു വേണ്ടിയാണ് ധ്യാനിക്കുന്നത്? അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിന്. ഈശ്വരന്റെ സ്വരൂപം പരമാനന്ദമാണ്. ആ സ്വരൂപം എനിക്ക് ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം വേണമെന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഭഗവാനോട് വീണ്ടും പറയുന്നു, നീ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് നിന്റെ പരമാനന്ദം എനിക്ക് നൽകണമെന്ന് പറയും. എനിക്ക് മറ്റൊന്നും വേണ്ട, എന്റെ എല്ലാ പാപങ്ങളെയും അങ്ങ് കവർന്നെടുക്കൂ. എന്നിട്ട് എനിക്ക് രാജകൊട്ടാരമോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇന്ദ്രിയ വിഷയങ്ങൾ തൃപ്തമാക്കുന്ന വസ്തുക്കളെയല്ല വേണ്ടത്, മറിച്ച് നിന്റെ പരമാനന്ദം എനിക്ക് നൽകണമേ എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പരമാനന്ദം തന്നെയാണ്. അപ്പൊ ഗുരു വീണ്ടും പറയുന്നു, ദുഃഖത്തിന്റെ ഹേതു എന്താണ്? ദുഃഖത്തിന്റെ ഹേതു എന്ന് പറയുന്നത് ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം. ഇവയാണ് ദുഃഖത്തിന്റെ ഹേതു. നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിന്റെ ഹേതു ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഏറ്റവും വലിയ ഹേതു ജനനമാണ്. കാരണം എന്താണ്? ജനിച്ചുപോയി, അതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു. ജനിച്ചില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും വലിയ ഹേതു ജനനമാണ്. അതിനുശേഷം മരണമാണ് അടുത്ത വലിയ ഹേതു നമ്മളെ ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. ദാരിദ്ര്യം, രോഗം, ഭയം, എക്സെട്ര എക്സെട്ര, ഇതൊക്കെ ദുഃഖത്തെ ഉണ്ടാക്കും. പക്ഷെ ഗുരു പറയുകയാണ് ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. എന്തുകൊണ്ട്? നാം ശരീരമെല്ലാം അറിവാകുന്നു. അറിവെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ആനന്ദ സ്വരൂപത്തെയാണ് അറിവ് എന്ന് പറയുന്നത്. സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ആ സച്ചിദാനന്ദത്തിലെ ചിത്തിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് തന്നെയാണ് എന്റെ സ്വരൂപമായതിനാൽ ജനനമോ മരണമോ ദാരിദ്ര്യമോ രോഗമോ ഭയമോ ദുഃഖമോ എക്സെട്ര എക്സെട്ര നമ്മെ ദുഃഖത്തിലേക്ക് തള്ളി വിടുന്നത് ഒന്നും തന്നെ നമ്മെ തീണ്ടുകയില്ല എന്ന് പറയും. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങള് ഇതിന്റെ എല്ലാം സ്വരൂപമായതിനാൽ സ്വാമി തൃപ്പാദങ്ങളുടെ സ്വരൂപം എന്താണ്? പ്രഹൃഷ്ടാത്മാവാണ് അവിടെ. അവിടുത്തെ ജീവിതത്തെ, അതായത് ഒരു ആപ്തവാക്യമുണ്ട്, സിദ്ധസ്യ ലക്ഷണാനി സാധകസ്യ സാധകാനി എന്ന് പറയും. ഒരു സിദ്ധന്റെ ലക്ഷണമാണ് ഒരു സാധകന്റെ സാധന എന്ന് പറയും. നമ്മുടെ ക്ലാസിന്റെ പേര് നമ്മൾ സാധന എന്നാണ് പറയുന്നത്. സാധനയെ ആരാണ് അനുഷ്ഠിക്കുന്നത്? സാധനയെ അനുഷ്ഠിക്കുന്ന ഒരു സാധകനാണ്. അപ്പൊ ആ സാധകനെ സംബന്ധിച്ച് എന്താണ് സാധന? സിദ്ധസ്യ ലക്ഷണം. ഒരു സിദ്ധന്റെ, ഒരു ജീവൻ മുക്ത പുരുഷന്റെ ലക്ഷണം എന്താണ്? ജീവൻ മുക്ത പുരുഷന് സ്വാഭാവികമായിട്ടും ജീവൻ മുക്ത പുരുഷന്റെ ലക്ഷണമായിട്ട് വർത്തിക്കുന്നത് എന്താണ്? ആ ലക്ഷണമാണ് ഒരു സാധകന്റെ സാധന എന്ന് പറയുന്നത്. ഇപ്പൊ ഗുരുവിന്റെ ലക്ഷണമാണ് ഓം പ്രഹൃഷ്ടാത്മനെ നമഃ എന്ന് പറയുന്നത്. ആ ലക്ഷണം എന്താണ്? നമ്മെ സംബന്ധിച്ച് ഒരു സാധനയാണ്. ആ ലക്ഷണത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു ലക്ഷണത്തെ ഒരു സാധനയായിട്ട് സ്വീകരിക്കുന്നു. ആ സാധനയെ നമ്മൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ദുഃഖം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് ഗുരു പറയുന്നത് ഗുരുവിന്റെ സ്വാനുഭവത്തിന്റെ വിളിച്ചു നിന്നാണ്. എന്താണ് സ്വാനുഭവം? നാം ശരീരമെല്ലാം അറിവാണെന്നുള്ള ഗുരുവിന് ഉറച്ച ബോധ്യമാണ്. അപ്പൊ നാം ശരീരമെല്ലാം അറിവാണെന്നുള്ളത് ഗുരുവിന്റെ സ്വാനുഭവമാണ്, നമ്മുടെ സാധനയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണയായിട്ട് ഈ വാക്യത്തെ കുറിച്ച് ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശം നടത്താറുണ്ട്. നാം ശരീരമെല്ലാം അറിവാണ് എന്ന് പറയുന്നത് ഗുരു നമുക്ക് വേണ്ടി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു നൽകിയ ഉപദേശമാണ്. നമ്മളെല്ലാവരുമാണ് സ്വയം അങ്ങനെ മനസ്സിലാക്കേണ്ടത്. നാം ശരീരമെല്ലാം അറിവാണെന്നൊക്കെ ചില ആചാര്യന്മാർ പറയാറുണ്ട്. വാസ്തവത്തിൽ എല്ലാം ശരിയാണ്. പക്ഷേ നാം ശരീരമെല്ലാം അറിവാണെന്നുള്ളത് ഗുരുവിന്റെ സ്വാനുഭവമാണ്, ഗുരുവിന്റെ ഉറച്ച അനുഭവമാണ്. ആ അനുഭവം എന്താണ്? ആ അനുഭവം നമ്മുടെ സാധനയാണ്. സാധന എന്ന് പറഞ്ഞാൽ
ആ അനുഭവത്തെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തെയാണ് സാധന എന്ന് പറയുന്നത്. അപ്പോൾ രോഗം, ഭയം, ദുഃഖം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയുന്ന ആ ലക്ഷണത്തെ നമ്മുടെ സാധനയായി കണ്ട് ആ സാധനയെ നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? ആ സാധനയെ നേടിയെടുക്കാനുള്ള വഴിയാണ് നേരത്തെ പറഞ്ഞത്. ദുഃഖത്തിന്റെ ഹേതുക്കളെ മാറ്റി സന്തോഷത്തിന്റെ ഹേതുക്കളെ സ്വീകരിക്കുക. സ്ഥിതപ്രജ്ഞത്വം, സ്വരൂപസ്ഥിതി, സംവേദനക്ഷമത തുടങ്ങി ഭക്തി തുടങ്ങി നമ്മൾ പറഞ്ഞ എല്ലാ ഹേതുക്കളെയും സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മളിൽ ഈ ആനന്ദം, അറിവാകുന്ന ആനന്ദം ക്രമേണ ക്രമേണ ഉത്പന്നമാകുന്നു. അതിന്റെ പരിപൂർണതയിലേക്ക് അത് എത്തുന്നു. അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപസംഹരിക്കുകയാണ്.